ദ ജേർണലിസ്റ്റിലേക്ക്. സിറിയയിലെ പുതിയ വിമത ഭരണകൂടം അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒപ്പമില്ല. മറിച്ച് അമേരിക്കയും ഇസ്രായേലുമായി ഏത് നിമിഷവും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയതിനു പിന്നാലെ, അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ, സിറിയയിൽ സമാധാനം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ തുടരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചത്. ഇസ്രായേൽ ആകട്ടെ ഗോലാൻ കുന്നുകളിൽ സിറിയയുടെ പക്കലുള്ള ഭാഗത്തേക്ക് മെർക്കാവ ടാങ്കുകൾ അടക്കം അയച്ചുകൊണ്ട് ആ ഭാഗം കൂടി തങ്ങളുടേതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി സിറിയയിലെ പുതിയ ഭരണകൂടം അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒന്നല്ല എന്ന് വ്യക്തമാവുകയാണ്. അതേസമയം തന്നെ അമേരിക്കയുമായും ഇസ്രായേലുമായും ഈ പുതിയ ഭരണകൂടം അല്ലെങ്കിൽ വിമത നേതൃത്വം ഏത് നിമിഷവും യുദ്ധം ചെയ്തേക്കാമെന്ന ആശങ്കയും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയും നിലനിൽക്കുകയാണ്. സിറിയയിലെ ഭരണാധികാരി, സിറിയയിൽ 24 വർഷത്തോളം പ്രസിഡന്റായിരുന്ന ബഷർ അൽ അസാദിനെ വിമതരുടെ നേതൃത്വത്തിൽ അബു മുഹമ്മദ് അൽ ജുലാലിയുടെ നേതൃത്വത്തിലുള്ള വിമത ഗ്രൂപ്പ് പുറത്താക്കിയപ്പോൾ, ആ ഭരണം പിടിച്ചെടുത്തപ്പോൾ അമേരിക്ക ആദ്യം ചെയ്തത് സിറിയയിലെ IS കേന്ദ്രങ്ങളിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു. അതായത് സിറിയയിൽ തങ്ങളുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല, സിറിയൻ ഭരണകൂടത്തോടൊപ്പമാണ് തങ്ങളുള്ളത്, അല്ലെങ്കിൽ സിറിയയിൽ ഇനി സമാധാനത്തിൻ്റെ നാളുകൾ ഞങ്ങളിലൂടെ വരാൻ പോകുന്നു എന്നതടക്കമുള്ള നിരവധി സന്ദേശങ്ങൾ ലോകത്തിനും വിമത ഗ്രൂപ്പിനും അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുത്ത ഗ്രൂപ്പിനും നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക വ്യാപകമായ ആക്രമണങ്ങൾ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിറിയയിൽ ഇടപെടരുത് എന്ന് ട്രംപ് നിയുക്ത പ്രസിഡന്റ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അതിനുള്ള അലോസരം കൂടി പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തിന് ഉത്തരവിട്ടത്. 75 IS കേന്ദ്രങ്ങളിൽ വ്യാപകമായ വ്യോമാക്രമണം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആയുധ ഡിപ്പോകൾ, സിറിയൻ പട്ടാളത്തിൻ്റെ ആയുധ ഡിപ്പോകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും രൂക്ഷമാകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് വിമതർ ഭരണം പിടിച്ചതിന് പിന്നാലെ സിറിയയിലെ ആയുധ ഡിപ്പോകളിൽ കടന്ന് ആയുധങ്ങൾ കൈവശപ്പെടുത്തി തങ്ങൾക്കെതിരെ തിരിയരുത് എന്ന ലക്ഷ്യമാണ് അമേരിക്കയ്ക്കും അതിനേക്കാൾ ഉപരി സിറിയയ്ക്കും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. IS അവിടെ കൂടുതൽ ശക്തി നേടുകയാണ്, അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കണം, അത് സമാധാനത്തിന് വിരുദ്ധമാണ്. അതായത് IS ശക്തി പകരുന്നത്, ശക്തിയോടുകൂടി വരുന്നത് സമാധാനത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആക്രമണം അമേരിക്ക ശക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ്? അതോടൊപ്പം വടക്കുകിഴക്കൻ സിറിയയിലെ കുർദിഷ് സേനയുണ്ട്. അത് സിറിയയുടെ ഒരു ഭാഗം, വടക്കു കിഴക്കൻ ഭാഗത്ത് അവരാണ് പ്രബലർ, അവരാണ് ആ ഭാഗം ഭരിക്കുന്നത്. അപ്പോൾ കുർദിഷ് സേന അമേരിക്കയുടെ പിന്തുണയുള്ള സേനയാണ്. അപ്പോൾ ഈ വിമതർ കുർദിഷ് സേനയെ ആക്രമിച്ച് ആ ഭാഗം കൂടി പിടിച്ചെടുത്തേക്കുമോ എന്നുള്ള ഭയത്തിൽ കൂടിയാണ് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ശക്തമായ ആക്രമണം. അവരെ വിമതർ ആക്രമിക്കാതിരിക്കുക, അവർക്ക് പിന്നിൽ അമേരിക്കയുണ്ട് എന്ന് വ്യക്തമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട്. അതേസമയം ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ്? സിറിയയുടെ അതിർത്തിയിൽ കിടക്കുന്ന ഗോലാൻ കുന്നുകളിൽ അവിടെ അധിനിവേശം ആരംഭിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഭാഗം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. മെർക്കാവ ടാങ്കുകൾ ഉപയോഗിച്ച് സിറിയൻ സൈന്യം ഗോലാൻ കുന്നുകൾക്ക് മുകളിലെത്തി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയയുടെ കൈവശമുള്ള ഗോലാൻ കുന്നിൻ്റെ മേഖലകൾ ഇസ്രായേൽ പതിയെ പതിയെ തങ്ങളുടേതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് അമേരിക്കയുമായും ഇസ്രായേലുമായും ചേർന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് സിറിയൻ ഭരണകൂടം ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇറാനുമെതിരെയൊക്കെ നീങ്ങും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊന്നും ഒരു ഉറപ്പുമില്ലാത്തതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പലരും പറയുന്നത് ഹമാസും ഹിസ്ബുള്ളയും തീർന്നു, ഇറാനെതിരെ ഇനി സിറിയയിലെ വിമതർ പോരാട്ടം തുടരും, റഷ്യക്കെതിരെ പോരാട്ടം തുടരും, അതോടുകൂടി അമേരിക്കയും ഇസ്രായേലും സിറിയയെ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ സിറിയയിൽ ഇവരുടെ നേതൃത്വത്തിലുള്ള ഭരണമായിരിക്കും ഇനി നടക്കുക. അങ്ങനെ പല 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 വ്യാഖ്യാനങ്ങളും ഈ യുദ്ധാനന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഭരണമാറ്റത്തോടു കൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വശത്ത് അമേരിക്ക തങ്ങൾക്ക് നേരെ ആക്രമണം നടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കുർദിഷ് സേനയ്ക്ക് നേരെ ആക്രമണം നടക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായ ആക്രമണങ്ങൾ സിറിയയിൽ 75-ലധികം കേന്ദ്രങ്ങളിൽ നടത്തുന്നുണ്ട്. മറുവശത്ത് ഈ പറയുന്നത് പോലെ ഇസ്രായേൽ അവരുടേതായ രീതിയിൽ സിറിയയുടെ ഭാഗമായിട്ടുള്ള
ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1967 ഇസ്രായേലും അതുപോലെ സിറിയയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി ഗോലാൻ കുന്നുകളിൽ ഒരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു, മറുഭാഗം സിറിയയും പിടിച്ചെടുത്തിരുന്നു, അല്ലെങ്കിൽ സിറിയയുടെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നു. ഇവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ കൂടുതലായി കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിറിയയുടെ പ്രസിഡന്റായിരുന്ന ബഷാർ അൽ അസാദ് വിമതസേനയുടെ മുന്നേറ്റത്തിനിടെ റഷ്യയിലേക്ക് പോയി എന്ന് ഉറപ്പു വന്നതിന് പിന്നാലെ ഡമാസ്കസിലേക്ക് ഇരച്ചെത്തിയ വിമത വിഭാഗം തങ്ങളുടെ കയ്യിലാണ് ഇനി രാജ്യമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരിട്ട് ഗുണകരമാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് മാത്രമല്ല, ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് അമേരിക്ക ഉള്ളത്. അസാദ് പുറത്തു പോയതിനെക്കുറിച്ച് സാമൂഹ്യ നീതി നടപ്പാക്കുന്നു എന്നാണ് ജോ ബൈഡൻ പറഞ്ഞത്. അതായത് ഈ അസാദ് ഭരണകൂടം എന്ന് പറയുന്നത് ജനങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു, അടിമത്തവും അസ്വാതന്ത്ര്യവും ഒക്കെ നൽകിയിരുന്ന, അതായത് ഒരു തരത്തിലും ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു അസാദ്. അതുകൊണ്ട് തന്നെ അയാൾ പുറത്തു പോയതോടുകൂടി സിറിയ രക്ഷപ്പെട്ടു എന്ന നിലയിലാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ഈ പറയുന്ന സംഘടനകൾ, അതായത് ഇപ്പോൾ ഭരണം പിടിച്ചിട്ടുള്ള ഈ അൽ ഗുലാന്റെ നേതൃത്വത്തിലുള്ള ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ, ഇവരൊക്കെ എന്ന് പറയുന്നത് തീവ്രവാദ സ്വഭാവമുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരുമായി അടുക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ബൈഡന് പല ഉപദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ തുറന്ന് മനസ്സോടെ സ്വീകരിക്കുക, ഒപ്പം നിർത്തുക എന്നത് ബൈഡന് കഴിയുന്ന കാര്യമല്ല. എന്ന് മാത്രമല്ല, ഈ സേന ഈ വിധത്തിൽ ശക്തമായാൽ അമേരിക്കയുടെ പിന്തുണയുള്ള കുർദിഷ് സേനയ്ക്ക് നേരെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ എങ്ങനെ നിലപാട് സ്വീകരിക്കണം, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ഒരു വശത്ത് അസദ് ഭരണകൂടം പുറത്തു പോയത് അമേരിക്കയ്ക്ക് ആശ്വാസമാണ്. റഷ്യയുടെ പിന്തുണയുള്ള ഭരണകൂടമാണ് അവിടെ നിന്ന് മാറിയത്. ഇറാനെതിരെ വെല്ലുവിളിക്കുന്നതടക്കമുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് സംരക്ഷണം നൽകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വിമതരുടെ ഗ്രൂപ്പാണ് ഇവിടെ കയ്യേറിയത് അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുത്തതെങ്കിലും അത് ഗുണകരമായി തങ്ങൾക്ക് അനുകൂലമായി നടപ്പാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. അതായത് ഉത്തരത്തിലുള്ളത് കിട്ടുകയും ചെയ്തില്ല, കക്ഷത്തിലുള്ളത് പോകുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെയാണ് അമേരിക്കയുടെ അവസ്ഥ. ഈ പുതിയ ഭരണകൂടം വന്നതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഗുണങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, അവിടെ അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ അടക്കമുള്ളവയ്ക്ക് ഭീഷണി ഉണ്ടാകുമോ, അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക പിൻബലത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുർദിഷ് സേനയ്ക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുമോ എന്ന ഭീതിയും അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക സിറിയയിൽ വ്യോമാക്രമണം നടത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനോട് പരസ്യമായ ഒരു മമതയും കാണിക്കുന്നവരല്ല ഈ വിമത ഗ്രൂപ്പിൽപ്പെട്ടവർ. എന്ന് മാത്രമല്ല, ആയുധ ഡിപ്പോകളിലൊക്കെ കയ്യേറി ആയുധബലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിമതർ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമോ എന്ന ഭീതിയും ഇസ്രായേലിനുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ സിറിയയിലേക്ക് അവരുടെ ആയുധ ഡിപ്പോകളിലേക്കൊക്കെ ആക്രമണം ശക്തമാക്കുന്നതും കുറേ ഭാഗം തങ്ങളുടേതാക്കാൻ വേണ്ടി പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക അഫ്ഗാനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവിടെ അവശേഷിച്ച സൈനികർക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു, ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ആക്രമണങ്ങൾ നടത്തി തങ്ങൾക്കിവിടെ അധീശത്വമുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിലാണ് സിറിയയിലൊരു ഭാഗം എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. എന്തായാലും ഇറാനും റഷ്യയും ഒക്കെ ഈ വിഷയത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി അടുത്ത നീക്കം, ഈ പറയുന്ന പുതിയ ഭരണകർത്താക്കളുടെ നീക്കം എങ്ങനെയായിരിക്കും? ഇപ്പോഴും അവിടെ ഔദ്യോഗികമായൊരു ഭരണ സംവിധാനം ഉണ്ടായിട്ടില്ല. ഈ വിമത നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അൽ ഗോലാനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിക്കപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണകൂടം അവിടെ വരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു പുതിയ ഭരണ സംവിധാനം അവിടെ ഉണ്ടായി, പുതിയ ഭരണകൂടം ഉണ്ടായി. അവരുടെ നിലപാട് എന്താണ് എന്നൊക്കെ അറിയുന്നത് വരെ അമേരിക്കയും സിറിയയുമായി ചേർന്ന് ഒന്നിച്ചു പോകുന്ന ഒരു ഭരണകൂടമാണ് സിറിയയുടേത് എന്ന് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, റഷ്യയോട് ഏറ്റവും ആദ്യമായി ഇവർ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു ആശയവിനിമയം നടത്തിയത് റഷ്യയുമായിട്ടാണ്. റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കില്ല, അവയെ സംരക്ഷിക്കും എന്ന് കൃത്യമായി തന്നെ ഈ വിമത സംഘം പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം റഷ്യയെയും ഇറാനെയും ഹിസ്ബുള്ളയും ഹമാസിനെയും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു ശക്തിയായി ഈ സിറിയയിലെ ഗ്രൂപ്പ് മാറും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അത് ഇപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്തതാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഏത് നിമിഷവും വലിയ തിരിച്ചടി ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയാണ്, ഭൂമി പിടിച്ചെടുക്കുകയാണ്. അതായത് സിറിയയിൽ വിമത ഭരണകൂടം വന്നതിന് ശേഷം അവിടെ കൂട്ടയടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊന്നും അത്ര ശുഭകരമായിട്ടുള്ള കാര്യങ്ങളുമല്ല അവിടെ സംഭവിക്കുന്നത്.